കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത്, അനുഗ്രഹിക്കാനായിട്ട്, നമ്മുടെ വിഷമങ്ങളൊക്കെ കേൾക്കാനായിട്ട് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പുറകിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി ദർശനം ചെയ്ത് വിഘ്നങ്ങളൊക്കെ അകറ്റി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഗോപുരവാതിൽ കടന്ന് അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നും തിങ്കളാഴ്ചയാണ്. ചെറുതല്ലാത്ത തിരക്കാണ്. കാരണം വൈശാഖ മാസവും വെക്കേഷനും ആയതുകൊണ്ടുള്ള തിരക്ക് തന്നെയാണ്. മോശമല്ലാത്ത തിരക്ക് തന്നെ പറയാം. കാരണം കൊടിമരം വഴി തന്നെ ഒരുപാട് സമയം വിട്ടിരുന്നു. രാവിലെയും അതിന് ശേഷം പന്തീരടി പൂജയ്ക്ക് ശേഷമൊക്കെ അങ്ങനെ വിട്ടു. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് മാത്രമാണ് നേരെ വിടുന്നത്. ഇനിയും കുറച്ചും കൂടി തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തുള്ള മേൽപ്പത്തൂർ ഇരുന്നിരുന്ന പീഠം കാണാം. അത് നോക്കിയിട്ട് അദ്ദേഹത്തെ നോക്കി സ്മരിക്കുക. വലതുവശത്തുള്ള തൂണ് കാണാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴാം. അങ്ങനെ അതിനുശേഷം നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ തെളിഞ്ഞ കാൽപാദങ്ങൾ കാണുന്നു, കാൽവളകൾ കാണുന്നു, ചെറിയ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് നല്ലൊരു പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കണു. വലിയ കഴുത്തിലൊരു നല്ല മാങ്ങാമാല കാണാനുണ്ട്, നല്ല വലുതായിട്ടുള്ളത്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകളുണ്ട്, ഒരു സ്വർണ്ണ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, പിരിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. കയ്യിൽ വലത്തെ കയ്യിൽ നല്ല വലിയ വെണ്ണ, ഒരുപാട് വെണ്ണ ഉണ്ട് കയ്യിൽ. ഒരു പൊതി നിറച്ച് കുമ്പിൾ നിറച്ച വെണ്ണയായിട്ടാണ്. അതേപോലെ ഇടത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്, പൊന്നോടക്കുഴൽ. അങ്ങനെയാണ് ഇന്നത്തെ ശ്രീലകത്തെ ആ അവതാരം. നല്ല രസമായിട്ടുള്ളൊരു അലങ്കാരമാണ്. അങ്ങനെ മുകളിലേക്ക് തിരുമുടിമാല 2 ഉണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത് 2. അതുപോലെ ഉണ്ടമാല വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, വെളുത്ത പൂവും തെച്ചിയും തുളസിയും, അങ്ങനെ 3 കൂടി ഉള്ളത്. അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെയാണ് ഇന്ന് പറയാനുള്ളത്. ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ 2 പേരുണ്ടായിരുന്നു. മേൽശാന്തി ഉണ്ട്, മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്, അതുപോലെ പഴയം കൃഷ്ണപ്രസാദ് ഓദിക്കൽ, 2 പേരും കൂടിയാണ് ഇന്നത്തെ. മേൽശാന്തിയാണ് ശരിക്കും, പക്ഷേ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. 2 പേരും കൂടിയാണ് ഇന്നത്തെ അലങ്കാരവും ഉച്ചപൂജയൊക്കെ ആയിട്ട് കഴിഞ്ഞത്. പഴയം കൃഷ്ണപ്രസാദ് ഓദിക്കനാണ്. വേറിട്ട എന്താ പറയുക, ചിത്രങ്ങൾ വരച്ചു കൊണ്ടിരിക്കുകയാണ് മൂപ്പര്. അപ്പോൾ ഇന്നിപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നല്ല 4 കൃഷ്ണന്മാരെയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു. ഇന്ന് വ്യത്യസ്തമായിട്ട് വെണ്ണക്കണ്ണനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് കാണുന്ന കാഴ്ചകളാണിതെല്ലാം. അങ്ങനെ ഭഗവാനെ കണ്ട് നമസ്കരിക്കുകയാണ് നമ്മളവിടെ. ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നെ ഏത് സമയത്താണോ ശ്രവിക്കുന്നത് ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ നടയിലാണ് എന്ന് സങ്കല്പിച്ച് ആ അലങ്കാരം കേൾക്കുക, കാണുക. അപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിൽ ആ ഭഗവാന്റെ അലങ്കാരം, ആ വെണ്ണക്കണ്ണനായിട്ട് നിൽക്കുന്നത് അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ അവിടുത്തെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അതിനുശേഷം നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നേരെ തടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. അതേപോലെ അഗ്നികോണം നോക്കി തൊഴാം. പിന്നീട് ശ്രീകോവിലിൻ്റെ ചുമരിലേക്ക് നോക്കിയാൽ പച്ച കളറിലുള്ള ആലിയിലയിൽ പള്ളി കൊള്ളുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാം. അത് കഴിഞ്ഞ് സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് വിഘ്നേശ്വരൻ്റെ അടുത്ത്, ഗണപതി ഭഗവാന്റെ അടുത്ത് വന്ന് കണ്ടു തൊഴാം. അങ്ങനെ കളഭം കൊണ്ടുള്ള അലങ്കാരമൊക്കെ ആവണേ ഉള്ളൂ, ചന്ദനം കൊണ്ടുള്ള. ഇന്ന് ചെറിയ സിമ്പിളായിട്ടുള്ള അലങ്കാരമാണ്.
മഞ്ഞപ്പട്ട് അങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക. ആ ഫോട്ടോൻ്റെ മുകളിൽ 2 മാലകൾ, വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട്. കടാവിളക്ക് കത്തി നിൽക്കുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ വിഘ്നേശ്വരനെ ഒന്നുകൂടി കാണാം. അപ്പോൾ ഒന്ന് തൊട്ട് തലോടി തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ മേൽശാന്തിയിൽ അവിടെ എത്തുമ്പോഴോ കൃഷ്ണപ്രസാദ് ഉദിക്കൻ, പഴയ കൃഷ്ണപ്രസാദ് ഉദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ആ വാമന രൂപം കാണാം, ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണു ഭഗവാനെ കാണാം. അതൊക്കെ കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ അനന്തശായിയായ ആ അനന്തപത്മനാഭനെ കാണുക. അപ്പോൾ എന്താ വെച്ചാൽ നിറയെ മാലകളുണ്ട്. നിറയെ മാലകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനന്തൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ കിടക്കുന്ന മുകളിൽ നിറയെ താമര കൊണ്ടുള്ള മാല അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ചെണ്ടുമല്ലിയും താമരയൊക്കെ പാടായിട്ടുള്ള മാലകൾ, തുളസിയൊക്കെ ആയിട്ടുള്ള മാലകൾ. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അനന്തപത്മനാഭൻ്റെ കൈവിരലിൽ ഒരു എരിക്കിൻ പൂവിൻ്റെ മാലയും കൂടിയുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്, അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് തൊഴുതോളൂ. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ ഭാർഗവരാമനെയും ബലരാമനെയും ശ്രീരാമചന്ദ്രനെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കണ്ട് ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. കൃഷ്ണനെ കാണാം, പിന്നെ മുരുകനെ കാണാം. അതും കഴിഞ്ഞാൽ നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു വെറ്റിലമാല മാത്രമാണ് ഉള്ളത്. ചെറിയ ഒരു കുങ്കുമം അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുക. എല്ലാവരും പ്രാർത്ഥിച്ചോളും. ത്വമസ്മിൻ കാര്യസിദ്ധ്യർത്ഥം ഹരേ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴുത് നേരെ അങ്ങനെ വരിക. അങ്ങനെ വന്നിട്ട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് താമരക്കണ്ണനെ നോക്കിയിട്ട് തൊഴാം. അത് കഴിഞ്ഞാൽ ആ ഗ്രില്ലിൻ്റെ അവിടെ വന്നിട്ട് ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് മണിക്കിണർ നോക്കിയിട്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണി ഏത് നൃത്തത്തിലാണ്, ഏത് രൂപത്തിലാണ് നൃത്തം ചെയ്യുന്നത് നോക്കുക. അങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുക, ആ രൂപത്തിൽ കാണും. അങ്ങനെ അവിടെയും തൊഴുത് നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. അവിടെ നല്ല മാല ഉണ്ട് ചാർത്തിയിട്ട്, നല്ല ചെണ്ടുമല്ലിയും വെളുത്ത പൂവും ഒക്കെ പാടെ അങ്ങനെ ചാർത്തിയിട്ടുള്ളൊരു മാല, നല്ല മാലയാണ്. 2 പേർക്കും രാധാകൃഷ്ണ വിഗ്രഹത്തിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കാണുകയാണ്. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണത്. ഹനുമാൻ സ്വാമിയുടെ ഒന്നുകൂടി കണ്ടിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ നേരെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോരുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ച് നേരെ ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും അതുപോലെ നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് ആ അനന്തൻ കുട പിടിച്ചിങ്ങനെ പോകുന്ന ആ ഒരു കാഴ്ചയാണ് അവിടെ കാണാനുള്ളത്. അതൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് വരുന്നത് എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനാണ്. ഭഗവതിയുടെ അടുത്ത് ചെന്ന ഭഗവതി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ വേഗം പോവുക. അങ്ങനെ ആ ഭഗവതിയുടെ അടുത്ത് ചെല്ലുമ്പോൾ
നല്ല വട്ടത്തിലുള്ള ഒരു ചുവന്ന പൊട്ടുണ്ട്, അതിൻ്റെ മുകളിൽ സ്വർണത്തിൻ്റെ പൊട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങാമാല പോലത്തെ ഒരു മാലയുണ്ട്, ഒരു കാശുമാല, അങ്ങനത്തെ മാല, 2 വലിയ മാലകളാണുള്ളത്. പിന്നെ ചുവന്ന പട്ടൊക്കെ എടുത്തിട്ടാണ്. നല്ല രസമായിട്ടാണ് അമ്മ കാത്തിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് അവിടുന്ന് തൊഴുത് കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ ആ ഒരു അനുഭവമാവും. അങ്ങനെ അവിടെ തൊഴുത് മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ വെണ്ണക്കണ്ണനെ ഒരിക്കൽ കൂടി കാണാം. അങ്ങനെ അവിടെ നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നമസ്കരിക്കുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു വെളുത്ത പട്ട് മുണ്ടാണ്, കസവ് മുണ്ടാണ് ചുറ്റിയേണ്ടത്, ഉടുപ്പിച്ചിട്ടുള്ളത്. അവിടെയും ഇതേമാതിരി ഗോപീതിലകങ്ങളുണ്ട്, വലിയ പൊട്ടുകളൊക്കെ ഇട്ട്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് ഇറങ്ങിയിട്ട് പടിഞ്ഞാറ നടയിൽ വരിക. ആ ദീപസ്തംഭത്തിൽ ഗോപാലകൃഷ്ണനെ, വേണുഗോപാലിനെ കണ്ടു തൊഴാം. അതിന് ശേഷം കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പടിഞ്ഞാറ നടയിലൂടെ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് തെക്കേ നടയിലേക്ക് ഇങ്ങോട്ട് വരിക. തെക്കേ നടയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കൂവളമുണ്ട്. ആ കൂവളത്തിനും വളരെ മനോഹരമായ കാഴ്ചകളും ഒക്കെയാണ്. അതായത് ഒന്നിപ്പോൾ മുറിച്ചിട്ടുണ്ട്, വലിയ അപ്പൻ്റെയും അമ്മയുടെയും, അതായത് മഹേശ്വരൻ്റെയൊക്കെ സാന്നിധ്യം, പാർവതീദേവിയുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ആ കൂവളാണ്. അപ്പോൾ ആ കൂവളത്തെയൊക്കെ വൈകുന്നേരം കൂവളത്തിൻ്റെ അവിടെ വിളക്ക് വയ്ക്കും, അതൊക്കെ കാണാം. വലിയ കൂവളമായിരുന്നു, അപ്പോൾ അത് മുറിച്ചു. അവിടെ അങ്ങനെ ഷെഡ് മേയാൻ വേണ്ടിയിട്ട് മുറിച്ചതാണ്. അതിൻ്റെ ശിഖരങ്ങളൊക്കെ അറുത്തെടുത്തു. എന്നാലും ആ കൂവള അറുത്തെടുത്ത ശിഖരങ്ങളൊക്കെ ഇപ്പോൾ തളിർത്ത് വരികയാണ്. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല മിനുമിനുന്നനെയുള്ള ആ ഒരു കാഴ്ച നല്ല രസമായിട്ടാണ്. അപ്പോൾ ആ കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം വെക്കാം. അത് അപ്പോൾ മഹേശ്വരൻ്റെ ആ അമ്മയുടെ, അപ്പൻ്റെയും അമ്മയുടെയൊക്കെ കടാക്ഷം നമ്മളിലേക്ക് എത്തും. അങ്ങനെ ശരിക്കും കുളപ്രദക്ഷിണം കൂടി വേണ്ടതാണ്. അപ്പോൾ അതൊക്കെ സമയപരിധിയുള്ള കാരണമാണ്. വരുമ്പോൾ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.